KS സുരേന്ദ്രനാഥൻ നായർ 23/3/1944 കല്ലേലി വീട്ടിൽ ശിവരാമൻ നായരുടെയും ഭാരതിയമ്മയുടെയും മൂന്നാമത് മകനായി ജനനം. തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ബേസിക് ട്രെയിനിങ് സ്കൂൾ കുറുപ്പമ്പടിയിൽ സ്വായത്തമാക്കിയ സുരേന്ദ്രൻ MGM ഹൈസ്കൂളിൽ നിന്നും തൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ശേഷം ഒരു വർഷക്കാലം SDA ഫാർമസിയെ തൻ്റെ കർമ്മമണ്ഡലമായി തിരഞ്ഞെടുത്തു. പിന്നീട് കുറുപ്പമ്പടിയിലുള്ള ഹിന്ദി വിദ്യാലയത്തിൽ ദേശഭാഷാ പഠനത്തിനായി ചേർന്നു. തുടർന്ന് വിക്ടറി ട്യൂട്ടോറിയൽ കോളേജിൽ ഹിന്ദി അധ്യാപകനായി ജോലി ചെയ്തു. 1964 അഭ്യുദയകാംക്ഷിയായ ഒരു സുഹൃത്തിൻ്റെ നിരന്തര പ്രേരണയാലും സാമ്പത്തിക സഹായത്താലും ഭാരതി ഹിന്ദി വിദ്യാലയം എന്ന സ്ഥാപനം ആരംഭിച്ചു. 1967 ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ വടക്കാഞ്ചേരിയിലൂടെ തൻ്റെ സർക്കാർ സേവനത്തിന് ശുഭാരംഭം കുറിച്ചു. 1969 പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂൾ കുന്നംകുളം, 1970 ചാവക്കാട് ഗവൺമെൻറ് ഹൈസ്കൂൾ, അതേ വർഷം തന്നെ ഇരിങ്ങാലക്കുട ബോയ്സ് ഹൈസ്കൂൾ എന്നിവയിൽ തൻ്റെ സേവനം ഭംഗിയായി പൂർത്തിയാക്കി. 1971 കൊടുങ്ങല്ലൂരിൽ ഇടവിലങ്ങ് ഹൈസ്കൂൾ, 1972 പുത്തൻകടപ്പുറം UP സ്കൂൾ, അതേ വർഷം പ്രമോഷനോടെ കടവല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ. അവിടെ 5 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ സുരേന്ദ്രൻ 1978 താൻ പഠിച്ചു വളർന്ന് തന്നെ താനാക്കി മാറ്റിയ ബേസിക് ട്രെയിനിങ് സ്കൂൾ കുറുപ്പമ്പടിയിൽ ഹിന്ദി അധ്യാപകനായി സേവനം ആരംഭിച്ചു. നീണ്ട 18 വർഷക്കാലത്തെ സ്തുത്യർഹ സേവനം പൂർത്തിയാക്കി പ്രമോഷനോടുകൂടി കല്ലിൽ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് കൂടുമാറ്റം. 3 വർഷത്തെ സേവനത്തിന് ശേഷം പെരുമ്പാവൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ, അവിടെ നിന്ന് ആലുവ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. 1999 32 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ചു. നീണ്ട 32 വർഷത്തെ അധ്യാപന വൃത്തിയിൽ നിന്നും വിരമിച്ച് 25 കൊല്ലത്തോളമായി തൻ്റെ ശിഷ്ടജീവിതം നല്ല കുടുംബനാഥനായി തുടരുന്നു. 1975 സുരേന്ദ്രൻ രമാദേവി ദമ്പതികൾക്ക് ആദ്യപുത്രൻ ജനിച്ചു, ഇന്ദുപ്രസാദ്. 1977 രണ്ടാമത് പുത്രൻ ജയപ്രസാദ്. 1984 മൂന്നാമത് പുത്രൻ ഹരിപ്രസാദ്. 2005 മെയ് മാസം ഇന്ദുപ്രസാദ് വിവാഹിതനായി. ഭാര്യ ലക്ഷ്മി, മകൾ ഭദ്ര. 2005 നവംബറിൽ ജയപ്രസാദിൻ്റെ വിവാഹം. ഭാര്യ ദിവ്യ, മക്കൾ നിരഞ്ജൻ, നിരുപമ. 2014 ഡിസംബറിൽ ഹരിപ്രസാദിൻ്റെ വിവാഹം. ഭാര്യ പാർവതി, മകൻ ഇഷാൻ. Many happy returns of the day. Happy birthday, Achicha. Umma. Licha, happy birthday. Licha, സന്തോഷമായിട്ടിരിക്കട്ടോ. Good health, happiness. Happy birthday, കൊച്ചിച്ച. കൊച്ചിച്ചനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ മോളേന്ന് വിളിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് വരുന്ന ഒരു ഫേസ് ഉണ്ട്. അത് ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ആ ഫേസ് ലൈക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും ആ മുഖത്ത്.
ചിലപ്പോൾ ഇത്രയും പോസിറ്റിവിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത ജനറേഷനും എല്ലാവരും ഇപ്പോഴും അച്ചാച്ച അപ്പൂപ്പ അതൊന്നും വിളിക്കാണ്ട് കൊച്ചച്ചാന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കണേ. സോ ഞാൻ നെക്സ്റ്റ് ടൈം നാട്ടിൽ വരുമ്പോൾ, നെക്സ്റ്റ് ടൈം എന്നല്ല എല്ലാ തവണ നാട്ടിൽ വരുമ്പോഴും അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോഴും ഒക്കെ ഉള്ള വിസിറ്റേഴ്സ് ലിസ്റ്റിൽ എപ്പോഴും ആദ്യത്തെ ആൾക്കാരിൽ ഒരാളായിരിക്കും കൊച്ചച്ച്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോഴും ഇതേപോലെ ചിരിച്ചുകൊണ്ട് മോളേന്ന് വിളിച്ചുകൊണ്ട് അവിടെ കാണണം. സോ യാ, ഹാപ്പി ബർത്ത്ഡേ കൊച്ചച്ച, വി ഓൾ ലവ് യു. 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന സുരുവെലിച്ചന് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ വെല്ലിച്ച. ഹാപ്പി ബർത്ത്ഡേ വെല്ലിച്ച. ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശ. ഹാപ്പി ബർത്ത്ഡേ കൊച്ചച്ച. ഹാപ്പി ബർത്ത്ഡേ കൊച്ചിച്ച. ഹാപ്പി ബർത്ത്ഡേ കൊച്ചിച്ച. കൊച്ചിച്ച, ഞങ്ങളവിടെ ഇല്ലാന്നേ ഉള്ളൂ, എല്ലാ പ്രാർത്ഥനകളും അവിടെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ കൊച്ചിച്ച. സുരു, നിനക്ക് 80 വയസ്സായെന്ന് എല്ലാരും പറയുന്നു. അതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ മനസ്സിലെന്നും നീ വളരെ ചെറുപ്പമായിട്ടുള്ള രീതിയിലാണ് പ്രതിഫലിക്കുന്നത്. കാരണം നിന്നെ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് നിന്റെ ചെറുപ്പകാലത്താണ്. നിനക്ക് കുറെ പ്രായമായതിനു ശേഷം ഞാൻ നിന്നെ കാണാൻ കഴിയാത്ത ദൂരത്തായി പോയതുകൊണ്ട് പ്രായമായ സാഹചര്യത്തിൽ നിന്നെ ഞാൻ ഓർക്കുന്നില്ല. ഏതായാലും നിന്റെ ആരോഗ്യമെല്ലാം വീണ്ടെടുത്ത് നീണ്ടകാലം വിദ്വാനും വിശാരദനും കൂടി സന്തോഷത്തോടുകൂടി കുട്ടികളെയും അയൽവക്കത്തെക്കാരെയും ബന്ധുക്കളെയും ഒക്കെ തലപ്പത്തിരുന്ന് നോക്കി കഴിയുക, സന്തോഷമായി കഴിയുക. ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഇക്കാര്യത്തിൽ ചന്ദ്രയും സുജാതയും ഗോപിയും കൂടെയുണ്ട്. അവരും ഇതിൽ പങ്കുചേരുന്നു. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ കൊച്ചൻ. नमस्ते वलीचा, जन्मदिन की आपको ढेर सारी शुभकामनाएं. आपकी दीर्घायु और स्वास्थ्य की हम प्रार्थना करते हैं. ഹലോ ഉച്ചച്ച, ഹാപ്പി ബർത്ത്ഡേ. സന്തോഷമായിട്ടിരിക്കട്ടോ, പിറന്നാളൊക്കെ അടിച്ചു പൊളിക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങളുടെ എത്രയും പ്രിയപ്പെട്ട സുരേട്ടന് ശങ്കറിന്റെയും സുമതിയുടെയും വക 1000 പിറന്നാൾ ആശംസകൾ. ആയുഷ്മാൻ ഭവ. ഹാപ്പി ബർത്ത്ഡേ സുരേട്ട. ഹാപ്പി ബർത്ത്ഡേ വലിച്ച. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഞങ്ങൾക്ക് പേഴ്സണലി വരാൻ സാധിച്ചില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും മെനി ഹാപ്പി റിട്ടേൺസ് വലിച്ച. ഹാപ്പി ബർത്ത്ഡേ വലിച്ച. ഹാപ്പി ബർത്ത്ഡേ സുരു മുത്തശ്ശ. ഞങ്ങൾക്ക് വേഗം വന്ന് വല്യച്ഛനെ കാണാൻ യോഗം ഉണ്ടാവട്ടെ. വേഗം ഞങ്ങൾ അവിടെ എത്തുണ്ടാവും. സോ ഹാവ് എ വണ്ടർഫുൾ ഡേ. ഹാപ്പി ബർത്ത്ഡേ അഗൈൻ. ഹാപ്പി ബർത്ത്ഡേ. 80ാം പിറന്നാൾ ആഘോഷിക്കുന്ന അമ്മാവിന് ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ. ഒരാൾ അപ്പുറത്തുണ്ട് കേട്ടോ, അയാളെ കാണാനിട്ടാണ്. ഇവിടെ ഉണ്ട്, ഇവിടെ നിൽക്കണുണ്ട്. അയാളുടെ കൂടെ ആശംസയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മായി. അപ്പൊ നമുക്ക് വരുമ്പോ അടിച്ചു പൊളിക്കാം. ഹാപ്പി ബർത്ത്ഡേ കൊച്ചച്ച. ഇവിടെ എന്താ പ്രത്യേകിച്ച് പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു പരിപാടിക്ക് അവിടെ നാട്ടിലില്ലാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്തായാലും പരിപാടി അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഓക്കെ, 1000 പിറന്നാളാശംസ കൊച്ചച്ച. ബൈ. പിറന്നാൾ ആശംസകൾ കൊച്ചച്ച. വരണമെന്നുണ്ടായിരുന്നു, അവിടെ വന്നിട്ട് കൂടണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിവർത്തിയില്ല. അറിയാലോ, മോൻ്റെ 12 അവന് ക്ലാസ് ഉണ്ട്. അത് കാരണം കൊച്ചച്ചന് ഞങ്ങളുടെ എല്ലാ ആശംസകളും അയക്കുന്നു. എന്നും സുഖവും സന്തോഷവുമായി ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. ഹാപ്പി ബർത്ത്ഡേ സുരേന്ദ്ര. ഹാപ്പി ബർത്ത്ഡേ മുത്തച്ഛ. ഹായ് കൊച്ചച്ച, ഹാപ്പി ബർത്ത്ഡേ. ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ദേഹം മാത്രമേ ഇവിടെ ഉള്ളൂ, ദേഹി അവിടെ തന്നെയുണ്ട്. എൻ്റെ അടുത്ത വരവിന് ഞാൻ നേരിട്ട് കൊച്ചിന് വിഷയമെന്നായിരിക്കും. ഇപ്പോൾ ഇത്തിരി ദൂരത്തു നിന്നും ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ.
സുരേട്ടന്റെ പിറന്നാളാശംസകൾ പറയാൻ ഞങ്ങളിങ്ങനെ നിരന്നിരിക്കുക. നിരന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പൊ പറയുന്നില്ല. അങ്ങനെയൊന്നും അത് നമുക്കും അറിയാം അതെ. ഒരുപാട് സന്തോഷമുള്ള അവസരങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ രാവിലെ കൊച്ചനിയനായിട്ടാണ് കണ്ടിട്ടുള്ളതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സില് അവൻ പയ്യനായിട്ട് ഞാൻ അധികം നാളും കണ്ടിട്ടുള്ളേ. പ്രായമായതിനു ശേഷം അധികം കണ്ടിട്ടില്ല അവന്. അക്കാര്യം ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും ഞാനൊരു കാര്യം പ്രത്യേകിച്ച് സുരേഷിനെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങ് ഏറ്റവും നന്ദിയോട് ഓർക്കുന്ന കാര്യമാണ്. അച്ഛനെ അന്ന് ടെറ്റനസ് വരുന്നതിന് മുമ്പ് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി സുരേഷിനോട് കാർ കൊണ്ടുവരാൻ പറഞ്ഞ് എത്തിയ ആ ഒരു വിവരം ഒരിക്കലും ഓർക്കാതിരിക്കുന്നില്ല സുരേട്ടൻ. എല്ലാം ഒരുപാട് സുരേട്ടൻ എല്ലാ ആഴ്ചക്കെങ്കിലും വരും. കൂടുതലാണ്. ഞങ്ങളൊന്നും സിനിമ കാണലേ ഇല്ല, പക്ഷെ എല്ലാ സിനിമയും കണ്ട പ്രതീതിയാണ് സുരേട്ടന്റെ കഥ. സുരേട്ടൻ സിനിമ കണ്ടിട്ടുള്ള പറഞ്ഞ എല്ലാ വീക്കിലും ഓടിയെത്തും. എന്നിട്ട് ആ സിനിമയുടെ ഓരോ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ പറയുമ്പോ ഓരോരുത്തരേക്ക് നിങ്ങൾ എന്ത് സിനിമ കണ്ടോ? ഇല്ല, കണ്ടില്ല, ആ സിനിമ കണ്ടില്ല, പക്ഷെ സുരേട്ട കഥ പറഞ്ഞിരുന്നു. അത് മതി. അപ്പൊ അതിന്റെ പിന്നെ അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം കൂടി ഇവളെല്ലാം കൂടി ഒന്നിച്ചൊരു ഞാൻ ഇന്ന് കാലത്തൊരു കവിത എഴുതിയിട്ടുണ്ട് സുരേട്ടന്റെ പിറന്നാൾ ആശംസകൾ. ഞങ്ങൾക്ക് ചെല്ലാം, പറ്റുന്ന നോക്കട്ടെ ശരിക്കാവൂന്ന്. 9ാമത്തെ പിറന്നാൾ ആശംസകളാണ്. ഈ പല വർഷം കടന്നു പോണതിന്റെ കടം അത് എല്ലാവരും ചോദിക്കും 80 വർഷമായിട്ട് എങ്ങനെയാ തോന്നി, 80 വയസ്സായപ്പോൾ എന്ത് തോന്നി. 80 വയസ്സായാലും നമ്മൾ 40 വയസ്സായാലും ആ മനസ്സിന്റെ ഇതിലാണ് കാണുന്നത് നമ്മൾ. അപ്പോൾ ഇത് എൻ്റെ സുരേട്ടൻ്റെ റിഫ്ലക്ഷനായിട്ടും കാണാം, ഞങ്ങളുടെ റിഫ്ലക്ഷനായിട്ടും കാണാം. പക്ഷെ അത് രണ്ടിലും വലിയ വ്യത്യാസം വരാൻ വഴിയില്ല. കേൾക്കുമോ? 80 വർഷം കടന്നുവത്രേ, എണ്ണിയാൽ 80 കൊല്ലമാകാം. എന്നാലോ ഇന്നലെ എന്ന പോലെ കൺമുന്നിലെത്തിടും ചിത്രമെത്ര. തന്മയമാത്രകൾ ചിത്രമാക്കാൻ, കൺമുന്നിലാടുന്ന രംഗമാക്കാൻ, ശിക്ഷണശാല സുഗമമാക്കാൻ, വാണി വിലാസം കുലീനതയും ജന്മമുഹൂർത്തെ കുറിച്ചുവച്ച ധന്യം തലക്കുറി ധന്യധന്യം. ജന്മാന്തരങ്ങൾ തലമുറകൾ തന്മയ ഭാവമോടേറ്റു ചൊല്ലാൻ, ജീവിത പാഠക്കുറിപ്പു ചേർക്കാൻ, ജീവിച്ചു കാണിച്ചുറപ്പു തീർക്കാൻ, മാത്രകൾ തീർക്കുവാനായതെത്ര ജന്മസൗഭഗം സാക്ഷി ദൈവം. ജന്മത തന്നൊരീ ജീവിതത്തിൻ സർവസൗഭാഗ്യവും തൽപദാബ്ജേ അർപ്പണം. എത്ര കഴിയുവോളം തർപ്പണഭാവമോടി ജഗത്തിൽ യാത്ര ചൊല്ലും വരെ തീർക്കണേ ആ മാത്ര ഭഗവൽ കൃപാകടാക്ഷാൽ. വർഷങ്ങൾ ശേഷമേ
കാത്തിടാവൂ പ്രാർത്ഥന നീണാൽ തെളിഞ്ഞു വാഴാൻ മുന്നം തലക്കുറി തീർത്ത ശക്തി എന്നും അനുഗ്രഹിക്കട്ടെ സാക്ഷാൽ. ഇന്ന് രാവിലെ എഴുതിയതായത് സുരേഷിന് വേണ്ടി. ഇതൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് പിറന്നാള് ഊണൊന്നും തരണ്ടെന്നൊക്കെ ഉണ്ടാട്ടോ. അത് ഞങ്ങൾ വരുമ്പോ മേടിച്ചോളൂ. ഹലോ മാമ, മാമന് പിറന്നാൾ ആശംസകൾ. സന്തോഷവും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ ഒത്തുചേർന്ന ഇനിയും അനേകം പിറന്നാളുകൾ മാമൻ ആഘോഷിക്കുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മാവ. നമസ്കാരം കൊച്ചച്ച. ഈ 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ശരീരം അവിടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് കൊച്ചച്ചൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഈ 80-ാം പിറന്നാളിൻ്റെ സമയത്ത് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, കൊച്ചച്ച നമുക്ക് സെഞ്ചുറി അടിക്കണം. അപ്പോൾ ഈ സെഞ്ചുറി അടിക്കാനായിട്ട് കൊച്ചച്ചന് സർവേശ്വരൻ എല്ലാവിധ ആയുരാരോഗ്യങ്ങളും തരട്ടെ എന്നുള്ള ആശംസകളുണ്ട്, പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ഷാജിയുടെ കുടുംബത്തിൻ്റെയും വക വിഷ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ കൊച്ചച്ച. ഹാപ്പി ബർത്ത്ഡേ കൊച്ചച്ച. കനവു